തിരുവനന്തപുരം ചെങ്കോട്ടുകോണം ട്രിവാൻഡ്രം സ്കോട്ടിഷ് സ്കൂളിലെ വാഹനങ്ങൾ കത്തിനശിച്ചതിൽ വലിയ ദുരൂഹത തുടരുകയാണ്. ഫോറൻസിക് റിപ്പോർട്ട് ഈ ആഴ്ച ലഭിക്കുന്നതോടെ കൂടുതൽ വ്യക്തതയുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ജീവനക്കാരെയും മുൻപ് ജോലി ചെയ്തിരുന്ന ചിലരെയും കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. സംഭവ സമയത്ത് ടവർ ലൊക്കേഷൻ പരിധിയിലുണ്ടായ മൊബൈൽ ഫോൺ നമ്പറുകളും നിരീക്ഷിക്കുന്നുണ്ട്. സുനിഷ അയല്ലൂർ വിവരങ്ങളുമായി ചേരുകയാണ്. സുനിഷ, വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു സംഭവം, അതുമായി ബന്ധപ്പെട്ട് ആരാണത് പിന്നിൽ പ്രവർത്തിച്ചത് എന്നത് സംബന്ധിച്ച് ഒരു വിവരങ്ങളും ഇല്ലാതിരിക്കുന്ന അവസ്ഥ ഈ ഫോറൻസിക് റിപ്പോർട്ട് വരുമ്പോൾ വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. ഉറപ്പായിട്ടും അത് ഫോറൻസിക് റിപ്പോർട്ട് ലഭിക്കാനുള്ള ഒരു കാലതാമസം അതാണ് നിലവിൽ ഇപ്പോൾ ഒരാഴ്ചക്കകം കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം ഉള്ളത്. ഈ പറഞ്ഞതുപോലെ സംഭവം നടന്ന ഒരാഴ്ച പിന്നിട്ടിട്ടും ആരാണ് ഇതിന് പിന്നിലെന്ന് കണ്ടുപിടിക്കാൻ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആയിട്ടില്ല. CCTV ഇല്ലാത്തത് വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്, ഈ ക്യാമറ ഇല്ലാത്തത്. പക്ഷേ ഈ ചുറ്റിലുമുള്ള സ്കൂളിന് ചുറ്റിലുമുള്ള ക്യാമറകൾ പരിശോധിച്ചപ്പോഴും കൃത്യമായ ഒരു തെളിവുകൾ, ആരാണ് ഈ സ്കൂളിലേക്ക് കയറിയത് എന്നതടക്കമുള്ളതിന് കൃത്യമായ തെളിവുകൾ ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു വശം. ഒപ്പം തന്നെ ഈ വാൻ ഇടിച്ചു കയറ്റിയതാണ് എന്നുള്ളത് നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ അത്തരത്തിൽ വാൻ ഇടിച്ചു കയറ്റിയതാണോ എന്നതടക്കമുള്ള സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനായി MVDക്ക് കത്ത് നൽകിയിട്ടുണ്ട് കാട്ടാക്കട പോലീസ് എന്നുള്ളതാണ്, കഴക്കൂട്ടം പോലീസ് എന്നുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഒരു ഭാഗത്ത് നടത്തുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ചില ജീവനക്കാരെ സംശയമുണ്ട്. നേരത്തെ പിരിച്ചുവിട്ട ചില ജീവനക്കാർ ഉണ്ടായിരുന്നു. അത്തരം ജീവനക്കാർ, സംശയം തോന്നുന്ന ജീവനക്കാരെ എല്ലാം തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള നീക്കം കൂടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ ലഭിക്കാത്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായും ആ ടവർ ലൊക്കേഷനിൽ ആ സമയത്തുണ്ടായിരുന്ന ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന കൂടി നടത്താനുള്ള സംവിധാനം പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ആഴ്ചക്കുള്ളിൽ തന്നെ ഫോറൻസിക് റിപ്പോർട്ട് ലഭിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നതിൽ ഒരു വ്യക്തത വരുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ആ പോലീസ് ഉള്ളത്. ഒപ്പം തന്നെ ഈ ജീവനക്കാരെ ചോദ്യം ചെയ്യുന്നതിലൂടെ ആരാണ് ഈ പ്രതിയിലേക്ക് എത്താനുള്ള ദൂരം കുറയുമെന്നത് തന്നെയാണ് പോലീസ് കരുതുന്നത്. മാധു, ശരി. സുനിഷ അയല്ലൂരാണ് വിവരങ്ങൾ നൽകിയത്. കുഞ്ഞുങ്ങൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളാണ് അല്ലെ? അങ്ങനെയൊക്കെ ഇത്രയും വലിയ സാമൂഹ്യ വിരുദ്ധന്മാർ ആരാണ് എന്നത് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെ ആവശ്യമാണ്. പുറമെ വലിയ മാന്യന്മാരായിരിക്കുമല്ലോ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്ന മനസ്ഥിതിയുള്ള മനുഷ്യർ ആരാണെന്ന് തിരിച്ചറിയുന്നത് നമ്മുടെ ഒരു പൊതുക്രമത്തിന് ഏറ്റവും ആവശ്യമായ കാര്യമാണ്. നാളെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ.